ഇന്ത്യൻ ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ദൗത്യം ശങ്കറിൻ്റെ എന്തിരൻ എന്ന രജനീകാന്ത് ചിത്രമാണ്. അവതാറും ജുറാസിക് പാർക്കും സൃഷ്ടിച്ച ലോസ് ആഞ്ചലസിലെ സ്റ്റാൻ വിൻസ്റ്റൺ സ്റ്റുഡിയോയിൽ പ്രത്യേക പരിശീലനം നേടിയതിനു ശേഷമാണ് ചിത്രത്തിലെ രംഗങ്ങൾ സൃഷ്ടിച്ചത്. In the location, we need to collect the measurements like distance from the camera to the artist and surrounding location, and we need to take a lot of other reference pictures to put on the reflection because we are creating some CGI character. So we need to know exactly light where when you are shooting, what kind of lighting condition is it. So those lights we have to simulate in the 3D. പഴയ കാല പടങ്ങളിലും അഗൈൻ ഇപ്പോൾ ഹിച്ച്കോക്കിൻ്റെ ബേർഡ്സ് എന്നൊരു ഫിലിം എടുക്കും. അതിലെന്താ നിറയെ ക്രോസ് വരുന്ന ഒരു സീക്വൻസ് എടുക്കും. അതെല്ലാം ക്രിയേറ്റഡ് അല്ല, അത് എന്താ ഒപ്റ്റിക്കലി Optical. It's like those days entire thing from the 10 commandments. All that whatever we are doing the same thing, but it's they have done in optical. That's why they have a lot of limitation. உங்களை ரொம்ப இம்ப்ரெஸ் பண்ணிய ஒரு கொஞ்சம் ஃபிலிம்ஸ் இந்த சிஜிஐ ஒர்க் இருக்கிற படங்கள். When I am entering in that era, I really like this Abyss. Then after that Twister. So that is it's all very massive things. It's very tough to create. And of course Jurassic Park is one of the major change. So that CG first time the open bright sunlight they have used CGI character. The before and all they used to do CGI but very limited and shorter and darker and all that. കമലക്കണ്ണൻ എന്ന ഗ്രാഫിക് ആർട്ടിസ്റ്റും ശ്രീനിവാസ് മോഹനും ജയകുമാറും ചേർന്നാണ് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആരംഭിച്ചത്. കമലക്കണ്ണൻ പിന്നീട് സ്ഥാപനത്തിൽ നിന്നും പിൻവാങ്ങി. സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മുഴുവനും മേൽനോട്ടം വഹിക്കുന്നത് ജയകുമാറാണ്. ഇന്ത്യൻ ആർട്ടിസ്റ്റ് வந்து ஃபஸ்ட்டு 1990 ஆரம்பிச்சது. ஆரம்பிக்கும்போது 3 பேர் தான் இருந்தோம். அப்போது வந்து கம்ப்யூட்டர் அவ்வளோவா டெவலப் ஆகலை. அப்போ கிராஃபிக்ஸ்னா என்னென்னு ரொம்ப பேருக்கு புரியாது. நம்ம புரிய வைக்கணும் கிராஃபிக்ஸ்னால் என்னென்னு. இனிஷியலாக நாங்கள் வீடியோவில் தான் கான்சன்ட்ரேட் பண்ணி பண்ணோம். அதுக்கப்புறம் ஃபஸ்ட்டு டைம் சங்கர் சாரை மீட் பண்ணுறோம் எல்ஏல. அப்போ இந்தியன் ஷூட்டிங் வந்து நடக்கிறதுக்கு அங்கே வந்திருக்காங்க. நேப் எக்ஸிபிஷன்னு எல்ஏல நடக்கும். அதுக்கு வந்து அங்கே பார்த்துட்டு அதுக்கப்புறம் தான் ஃபஸ்ட்டு ஃபில்ம் ஒர்க்கு நாங்கள் பண்ணது இந்தியன் டைட். அதுக்கப்புறம் ஸ்லோவாக எல்லா மூவிஸ்க்கும் பண்ண ஆரம்பித்தோம். இது என்னென்னா ஹார்ட் ஒர்க், குவாலிட்டி, க்ளோஸ் டு த நேச்சர். சிஜி எங்களோட ஜெயிப்பு நாங்கள் ஏன் ஜெயிச்சோன்னு கேட்டிங்கன்னா சிஜி வந்து க்ளோஸ் டு த நேச்சர் எப்படி இருக்கணுமோ அவ்வளோ தூரம் நாங்கள் ட்ரை பண்ணுவோம். മറ്റവങ്ങൾക്കും എങ്ങൾക്കും ഉള്ള ഒരേ ഒരു ഡിഫറൻസ് അതാണ്. ഗ്രാഫിക്സ് വിഭാഗത്തിൽ മികച്ച സംഭാവനകൾ നൽകുന്ന നിരവധി ആർട്ടിസ്റ്റ് ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ജെമിനി സ്റ്റുഡിയോയിലെ ഗ്രാഫിക്സ് വിഭാഗത്തിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ജെമിനി ലാബിലെ വിഷ്വൽ എഫക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെയാണ് CG വർക്കുകളും ഒപ്റ്റിക്കൽ വർക്കുകളും 3D ആനിമേഷനൊക്കെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ സിനിമയിൽ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും ഒരുക്കുന്നത് ഇവിടെയുള്ള ടെക്നീഷ്യൻസാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരാൻ ഇവിടെ നമ്മുടെ സുഹൃത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടൈറ്റിൽസ് ആണ് ചെയ്യുന്നത്. ഒരു ഫിലിമിൻ്റെ ടൈറ്റിൽ ബാനറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്താണ് ഈ ടൈറ്റിലിന് കൊടുക്കുന്ന എഫക്ട്സും സംഭവങ്ങളൊക്കെ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇത് ഏതോ സിനിമയാണ്? ഇതിപ്പോൾ ആട്ടനായകൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. ആട്ടനായകൻ. അതെ. ഇത് ശക്തി എന്ന് പറഞ്ഞ നായകനാണ് അല്ലേ? അതെ. പുള്ളി ഇതിലെ ബ്ലഡ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഷോട്ടിൽ ബ്ലഡ് ഉണ്ടാവില്ല. നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ചിട്ട് ബ്ലഡ് ആഡ് ചെയ്യും. പണ്ടായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ നമ്മൾ തന്നെ ലൊക്കേഷനിൽ കണ്ടെത്തണം. ഒരാൾ ചിലപ്പോൾ താഴെ ഇരുന്നിട്ട് ബ്ലഡ് തെറിപ്പിക്കണം. ഷൂട്ടിംഗ് സമയത്ത് ആ വെട്ടുന്ന അത് മാത്രം എടുത്താൽ മതി. ഈ ബ്ലഡ് സ്പില്ല് ചെയ്യുന്നത് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇത് അതിൻ്റെ കണ്ടിന്യൂസ് ഷോട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ബ്ലഡ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന. അതെ. ഇത് ഈ രംഗത്തിന് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇതിൽ ഇനി സൗണ്ട് വരും, മ്യൂസിക് വരും, എഫക്ട്സ് വരും, വെട്ടുകൊള്ളുന്ന ആളുടെ സ്ക്രീൻ വരും, അയാളുടെ ബോഡി ഫോൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഇതിന് ഫുൾ എഫക്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഇത്
വളരെ സ്വാഭാവികമെന്ന് തോന്നിപ്പിക്കാനാണ് ഈ ടെക്നിക്ക് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് INR എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിന്റെ ടൈറ്റിൽ ആനിമേഷൻ നടക്കുന്നു പറയാൻ പറ്റും. ഇത് ടൈറ്റിൽ അനിമേഷൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ വരുന്നതെല്ലാം 3D യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ടൈറ്റിൽസ്. ഈ ഫയർ എഫക്ട്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ എന്ത് ടെക്നോളജിയാണ് ഇതിൽ നിങ്ങൾ ഉപയോഗിച്ചത്? എന്ത് സോഫ്റ്റ്വെയർ യൂസ് അത് നമ്മൾ മെയിനായിട്ട് 3ds Max, 3ds Max, ആഫ്റ്റർ എഫക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇതിലെന്ത് എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത് ഒറിജിനലി നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൽ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇത് പ്രത്യേക ക്യാരക്ടർ നമ്മൾ റോട്ടോ ചെയ്തെടുക്കും. റോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ആളെ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു? അത് ചില അവസരങ്ങളിൽ റോട്ടോ ചെയ്യുമ്പോൾ നമുക്ക് BG എന്തുണ്ടെങ്കിലും പ്രശ്നമില്ല. ചില അവസരങ്ങളിൽ നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ യൂസ് ചെയ്ത് മാറ്റ് യൂസ് ചെയ്ത് ക്രോമ ഇതിലങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതിൽ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല, ഇതിന് റോട്ടോ എടുത്ത് ചെയ്തതാണ്. നമ്മൾ ഒറിജിനൽ പ്ലേറ്റിനകത്ത് മാത്രം ഇതിനകത്ത് പ്ലേസ് ചെയ്തു. മുമ്പേ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ എല്ലാം ചെയ്യും. ഇവിടുന്ന് ആൾ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ വിഷ്വൽ എഫക്ട്സ് അതെ വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അവർ പറയും ഇങ്ങനെ രീതിയിൽ ചെയ്യണമെന്ന്. മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഷോട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ വൃത്തിയായിട്ട് ഒറിജിനൽ ഔട്ട്പുട്ട് എടുക്കും. ഇതെല്ലാം ഇപ്പം നിങ്ങൾ ആഡ് ചെയ്തതാണ്? അതെ. ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിലിപ്പോൾ വിരൽ പോകുന്ന സ്ഥലത്ത് അത് ബ്രൈറ്റ് ആവുന്നുണ്ടല്ലോ? അത് ബ്രൈറ്റ് ആവുന്നുണ്ട്. അത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമ്മൾ ഒന്ന് ലെറ്റർ പ്ലേസ് ചെയ്യും. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ലെറ്റർ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം റോട്ടോ ചെയ്ത് മാറ്റുക. ഇതൊക്കെ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഒക്കെയാണ്. നമ്മൾ ചാടിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം BG നമ്മൾ ഫ്രീസ് ചെയ്യും. ഇപ്പോൾ ക്യാരക്ടർ മാത്രം മൂവ്മെൻ്റ് ഉള്ള ചില ഷോട്ടുകളൊക്കെ നമ്മൾ കാണാം. BG മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ മാത്രം നിന്നുകൊണ്ടിരിക്കുന്നത് ബോയ്സ് ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇതുപോലൊരു വിഷ്വൽ ഫ്രീസ് ചെയ്തതിന് ശേഷം ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കാറുണ്ടല്ലോ, അത് നമ്മൾ നമുക്ക് CG ചെയ്തെടുക്കാൻ പറ്റും. ആ സീൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ റോപ്പ് ഉണ്ട് അല്ലേ? ആ റോപ്പ് ഉണ്ട് ഇതിനകത്ത്. റോപ്പ് നമ്മൾ വയർ റിമൂവൽ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കും ഇതിനകത്ത്. ഈ ആ തല വെട്ടിയിട്ട് ഇങ്ങനെ തല വരുന്ന അതെങ്ങനെയാണ് ചെയ്തത്? അത് ഒറിജിനൽ ഷൂട്ട് ചെയ്യുമ്പം അവിടെ തല ഉണ്ടായിരുന്നു. അത് വെട്ടുന്ന ആക്ഷൻ നമ്മൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഹെഡ് നമ്മൾ 3Dനകത്ത് മോഡൽ ചെയ്തതിന് ശേഷം 3D സോഫ്റ്റ്വെയർ ഉണ്ട്, മായ 3ds Max, ഏതോ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മളതിനകത്ത് മോഡൽ ചെയ്തിട്ട് എക്സാക്റ്റ് സർഫേസ് ചെയ്തിട്ട് അതിനെ നമ്മൾ അനിമേറ്റ് ചെയ്യും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയർ ആണോ അല്ലേ? അത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പം കുറേ ലളിതമായിട്ടുണ്ട്. ആദ്യമൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പം ഇവിടെ എഫേർട്ട് ഉണ്ട്. ജർമ്മനിയിൽ നിങ്ങൾ തമിഴ് ഫിലിംസ് മാത്രമാണോ ഇത് ചെയ്യുക? അല്ല, ഇവിടെ എല്ലാ ഭാഷകളും ചെയ്യാറുണ്ട്. ഹോളിവുഡിൽ നിന്നും ഇവിടെ ജർമ്മനി ലാബിൻ്റെ തീർച്ചയായും അതിനുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്കാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു ഞങ്ങൾ ടീം ഒരു വലിയൊരു ഇതിലായിട്ട് മാറി വന്നത്.